ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ചൂസ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗും പറയുന്നത് നമ്മൾ റമദാനിലെ ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വ്ളോഗ് ചെയ്യുന്നത് റമദാനിൽ. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് തറാവിയല നിസ്കാരത്തിന് ശേഷം രാത്രിയാണ് നമ്മൾ സാധനമെല്ലാം വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ രാവിലെ നമുക്കൊരു മടിയായിരിക്കും, നോമ്പല്ലേ, അതിനോട് ഞങ്ങൾക്ക് രാത്രി വാങ്ങാൻ വരുന്നതാണ് ഇഷ്ടം. അങ്ങനെ രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് അടുത്തായിട്ട് തന്നെ കിട്ടുന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. കുക്കുംബർ, ക്യാരറ്റ് അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അധികം സലാഡെല്ലാം ആക്കലാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിക്കെല്ലാം സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒനിയന്, പിന്നെ പൊട്ടറ്റോ അങ്ങനത്തെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ. പിന്നെ മെയിനായിട്ട് ഞാൻ അധികം ഫ്രൂട്ട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ നോമ്പെല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം കഴിക്കാറ് ഫ്രൂട്ട്സാണല്ലോ. അതുകൊണ്ടാണ് കുറച്ച് ഫ്രൂട്ട്സെല്ലാം ഞാൻ അധികം എടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുണ്ട്. അങ്ങനെയെല്ലാം ഒന്ന് ഇതുപോലെ പാക്കാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നുള്ളത്. എന്നിട്ട് അതിന് നമുക്ക് എത്ര കിലോ ഉണ്ട്, എത്ര തൂക്കിയിട്ട് നോക്കാം പ്രൈസെല്ലാം. പിന്നെയാണ് നമ്മൾ ബില്ലാക്കാനെല്ലാം പോവാറ് ഇവിടെ. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങൾ അതുപോലെ തന്നെ എടുത്ത് തൂക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ സെക്ഷനായിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ നേരെ യോഗോട്ട്, മിൽക്ക്, എഗ്ഗ് എല്ലാം ഉണ്ട് സ്ഥലത്തേക്കാണ് പിന്നെ പോയിട്ടുണ്ടായിന്. അങ്ങനെ മിൽക്കെല്ലാം അടിച്ചിട്ടുണ്ടായിന്, യോഗട്ടെല്ലാം തീർന്നിട്ടുണ്ടായിന്. അങ്ങനെ നമുക്ക് ആവശ്യമുണ്ട് എല്ലാ സാധനവും അവിടെ നിന്ന് എടുത്ത് പിന്നെ നേരെ വരുമ്പോഴേക്കാണ് ഇങ്ങനത്തെ പൊറോട്ടേൻ്റെ ഇതെല്ലാം കണ്ടത്. അപ്പോൾ ഒന്ന് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടതിന് അങ്ങനെ അതൊന്ന് എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ആവശ്യമുണ്ട് ഓരോരോ സാധനങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എന്താ വെച്ചാൽ വീഡിയോത്തിൽ എന്തായിട്ട് കാണുന്നുണ്ടല്ലോ. മെയിനായിട്ട് ഞാൻ വാങ്ങണം എന്ന് വെച്ചൊരു സാധനമാണ് വാൾനട്ട്, പിന്നെ ബദാമെല്ലാം. എന്താ വെച്ചാൽ ബദാമെല്ലാം എൻ്റെ നിന്ന് തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെന്തായിട്ട് എനിക്ക് വാങ്ങണമെന്നുണ്ടായിന്. ഏതെങ്കിലും മറന്നു പോയറിണ്ട അങ്ങനെ മനസ്സിലുണ്ടായിന്. അങ്ങനെ അതും കൂടി നമ്മൾ ലാസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കറക്കേണ്ട സാധനം എല്ലാം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെയാണ് ഗൈസ് എനിക്ക് ചോക്ലേറ്റ് കണ്ടു. അപ്പോൾ ഞാൻ എന്താക്കി, ഒരു പാക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 പീസായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഡയറി മിൽക്ക്. അങ്ങനെ എന്താക്കി അതും എടുത്ത് പിന്നെ ആ ഒരു ബില്ലാക്കുന്ന ടൈമിൽ ഞാൻ ഫേസ് വാഷിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ യൂസാക്കുന്ന ഫേസ് വാഷ് ഏതാണ് ബെസ്റ്റ് എന്ന് കമൻറ്റിൽ ഇടാം ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ ബില്ലെല്ലാം ആക്കി കഴിഞ്ഞു. അങ്ങനെ വരുന്ന ആ ഒരു നെസ്റ്റോൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ഐസ്ക്രീം വരുന്നത്. സംഭവം നല്ല അടിപൊളിയാണ് ഐസ്ക്രീം. എന്താ വെച്ചാൽ ഇവിടെ പലതരം ഫ്ലേവറിൽ വരുന്ന ഐസ്ക്രീമും ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായത് ചക്കേൻ്റെ ഫ്ലേവറിൽ വരുന്നതാണ്. ബട്ട് ചക്ക നല്ല അരച്ചെങ്കിൽ കിട്ടുന്നില്ല, അതുപോലെ ഉണ്ടായിരുന്നു. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആ ഒരു ഐസ്ക്രീമിൻ്റെത് ഇപ്പോൾ വന്നതാണ് ആ നെസ്റ്റോയിൽ. അങ്ങനെ അതെല്ലാം കഴിച്ച ശേഷം ഞാൻ വാങ്ങിയ ഡയറി മിൽക്ക് കണ്ടു ഗൈസ്. തിന്നണോ വേണ്ടോന്നുണ്ടെങ്കിൽ അങ്ങനെ തിന്നില്ല. അങ്ങനെ നമ്മൾ റൂമിലേക്ക് നേരെ വിട്ടു ഗൈസ്. അങ്ങനെ പിന്നെ നേരെ റൂമിലെത്തി പിന്നെ നമ്മൾ ഈ ഒരു സാധനമെല്ലാം നേരെ അതത് സ്ഥലത്ത് വെക്കുന്നതാണ് പണിയുണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനമെല്ലാം വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇറച്ചിയെല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ അതെല്ലാം വേഗം ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ച് ഇടങ്ങി പൊട്ടായറിൻ്റെ അകത്ത്. പിന്നെ ഇപ്പോൾ ഇവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ട്, തണുപ്പ് പോയിട്ട് ചൂട് മെല്ലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി. മുമ്പത്തെ പോലെ പുറത്ത് തന്നെ വെക്കാൻ പറ്റില്ല, ചൂടായാൽ പിന്നെ പെട്ടെന്ന് പൊട്ടാവുമല്ലോ സാധനമെല്ലാം. അങ്ങനെ പിന്നെ അതന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനമെല്ലാം വെച്ച ശേഷം പിന്നെ പുറത്തെല്ലാം വെക്കുന്ന അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്.